Hi students, welcome to X&Y NSMC classes. നാഷണൽ സയൻസ് ആൻഡ് മാത്സ് ചാമ്പ്യൻഷിപ്പിന് എല്ലാവരും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാത്തവരെ വേഗം പോയിട്ട് രജിസ്റ്റർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ NSMCയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. ഓക്കെ, 9th വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ഗ്രാവിറ്റേഷൻ. കുറച്ച് ഇക്വേഷൻസ് ഒക്കെ ഉള്ള, എന്നാൽ ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് വേഗത്തിൽ ആൻസറിലോട്ട് എത്താൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ചാപ്റ്റർ ആണ് ഗ്രാവിറ്റേഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോരോ ക്വസ്റ്റ്യൻ ആയിട്ട് പോയി നോക്കാം. അതിന്റെ കൂടെ ഇമ്പോർട്ടന്റ് ഇക്വേഷൻസും തിയറീസ് ഒക്കെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ 2 point masses attract each other with a force F when separated by a distance r. ഓക്കെ, നമ്മുടെ കയ്യിൽ 2 point masses ഉണ്ട്, ഒരു r ഡിസ്റ്റൻസിലാണ് വെച്ചിട്ടുള്ളത്. ഓക്കെ, അവര് അട്രാക്ട് ചെയ്യുന്നുണ്ട്. ആ അട്രാക്റ്റീവ് ഫോഴ്സ് എത്രയായിരിക്കും? F is equal to G_m1 m2 by r² ആയിരിക്കും അല്ലെ? G_m1 m2 by r². Okay, ഇതാണ് നിലവിൽ ഇവർ തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ്. m1 m2 ആർ ദ റെസ്പെക്റ്റീവ് masses of first and second body. Okay, r is the distance between them. The masses are now changed to 1/3 and 4 times their original values respectively, and the separation is doubled. The new force. Okay, ഒരു ടിപ്പിക്കൽ ക്വസ്റ്റ്യൻ ആണ്. എന്താ സംഭവിച്ചിട്ടുള്ളത്? ഒരാളെ മാസ് പുതിയ m1 അല്ലെങ്കിൽ m1 ഡാഷ് എന്ന് ഞാൻ വിളിച്ചു, which is equal to 1/3 m1 ആണ്. പുതിയ m2 ഡാഷ് എന്ന് ഞാൻ വിളിച്ചു, which is equal to 4 times their original value, 4 m2 ആണ്. Also the distance separation is double, അതായത് r dash is equal to 2r. ഓക്കെ, നമ്മൾ ഒരാളെ മാസ് 1/3 ആക്കി, വേറൊരാളെ മാസ് 4 times ആക്കി, അപ്പോൾ നമ്മൾ ഡിസ്റ്റൻസ് 2r ആക്കി. അങ്ങനെയെങ്കിൽ പുതിയ ഫോഴ്സ് ആണ് ചോദിച്ചിട്ടുള്ളത് ഇൻ ടേംസ് ഓഫ് ഫസ്റ്റ് ഫോഴ്സ്. സോ g കോൺസ്റ്റന്റ് ആണ്, മാറുന്നില്ല. m1 is equal to 1/3 m1 അല്ലെങ്കിൽ പുതിയ m1 dash. m2 is equal to 4 m2 divided by what is r? r dash is equal to 2r, so 2r whole square. Okay, so g m1 m2 divided by r square. Okay, താഴെ ഒരു 4r² ഉണ്ടാവും അല്ലെ, 2r ന്റെ ഹോൾ സ്ക്വയർ. അതുപോലെ 4/3 ഞാൻ സെപ്പറേറ്റ് ആക്കി എഴുതി. സോ യു വിൽ ഗെറ്റ് 1/3 ഇൻറ്റു g m1 m2 ഡിവൈഡഡ് ബൈ r². എന്താ സംഭവിച്ചത്? ഈ 2r ഉണ്ടല്ലോ, ഈ 2r ഇതിന്റെ ഹോൾ സ്ക്വയർ 4r². ഓക്കെ, പിന്നെ ഇവിടെ 3 ഇവിടെ 4, ഞാനത് 4/3 ആക്കി സെപ്പറേറ്റ് ആക്കി എഴുതി. ഓക്കെ, സോ യു വിൽ സീ 4 and 4 will go. ഓക്കെ, ബാക്കിയുള്ളത് 1/3 g m1 m2 ഡിവൈഡ് ബൈ r². അപ്പോൾ എന്ത് സംഭവിക്കും? ഫോഴ്സ് 1/3 ആയിട്ട് മാറും. ഓക്കെ, ഒരാളെ മാസ് നമ്മൾ 4 times ആക്കി, ഒരാളെ മാസ് 1/3 times ആക്കി. സോ 4/3 ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് ഡബിൾ ആക്കി, 4r ഹോൾ സ്ക്വയർ. ഓക്കെ, സോ ആ 4ഉം 4ഉം കട്ടായി പോകുന്നു, 1/3 അവിടെ സെപ്പറേറ്റ് ആയിട്ട് വരുന്നു, 1/3 g m1 m2 ഡിവൈഡ് ബൈ r². ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Which of the following statements about the universal law of gravitation is correct? Incorrect. Sorry. Universal law of gravitation സംബന്ധിച്ച് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. എന്താ യൂണിവേഴ്സൽ law of gravitation? Force between two particles is directly proportional to product of their masses and inversely proportional to square of the distance between them. The force acts along the line joining the two masses. Correct ആണ് അല്ലേ? The force on the two masses are equal in magnitude and opposite in direction. Okay, കറക്റ്റ് ആണ്. 2 മാസസ് ഉണ്ട്, ഇയാൾ അട്രാക്ട് ചെയ്യുന്നതും ഇയാൾ അട്രാക്ട് ചെയ്യുന്നതും സെയിം മാഗ്നിറ്റ്യൂഡ് ഉള്ള ഫോഴ്സോട് കൂടിയാണ് അവർ തമ്മിലുള്ള എന്താണ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും അല്ലെ. ഇയാളെ ഇങ്ങോട്ടും മറ്റേ ആളെ അങ്ങോട്ടുമാണ് വലിക്കുന്നത്. ഓപ്പോസിറ്റ് ഡയറക്ഷൻ, സെയിം ഫോഴ്സ്. ദ ഫോഴ്സ് ഡിപ്പെൻഡ്സ് ഓൺ ദ മീഡിയം ബിറ്റ്വീൻ 2 masses. തെറ്റാണ്. ഇതാണ് നമ്മളെ ഓപ്ഷൻ. ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണത്. ആ മീഡിയത്തിന് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. നിങ്ങൾ ആ ഇക്വേഷനോട് നോക്കുക, g m1 m2 by r² ആണ്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി on masses of their bodies and distance separated by with them or distance between them. Okay, മറ്റേ g എന്താണ്? അത് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ആണ്. അത് മീഡിയം മാറിയാലൊന്നും മാറാൻ പോകുന്നില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. യെസ്, ഇവിടെ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഇക്വേഷൻ ആണ് F is equal to g m1 m2 divided by r². യെസ്, അടുത്തത് ഒരു അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ അസേർഷൻ റീസൺ അസേർഷന്റെ കറക്റ്റ് റീസൺ ആണോ എന്ന് കൂടി നമ്മൾ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ നോക്കാം. ദ വാല്യൂ ഓഫ് g is at the same at the equator and the poles for a perfectly spherical non-rotating earth. ഓക്കെ, എർത്ത് നോൺ റൊട്ടേറ്റിംഗ് ആണ്, പെർഫെക്റ്റ്ലി സ്ഫിയറിക്കൽ ആണെന്ന് നിങ്ങൾ വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി പോളിലും ഇക്വേറ്ററിലും സെയിം ആണെന്നാണ് പറയുന്നത്. ഇവിടെ നോക്കുക, ശരിക്കും ഇത് സെയിം ആണോ? ശരിക്കും എർത്ത് ഒരു ജിയോയിഡ് ഷേപ്പ് ആണ്, ഒരു സ്ഫിയർ അല്ല. അതുകൊണ്ട് തന്നെ സെൻട്രലിൽ നിന്ന് പോളിലോട്ടും സെൻട്രലിൽ നിന്ന് ഇക്വേറ്ററിലോട്ടുള്ള ഡിസ്റ്റൻസ്, ആ റേഡിയസ് ഡിഫറെന്റ് ആവും.
ഓക്കെ, സോ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിന്റെ ഇക്വേഷൻ എന്താണ്? gm/r². gm/r². ഓക്കെ, അപ്പൊ ആ റേഡിയസ് ഇൻക്രീസ് ചെയ്താൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറയും. അതുകൊണ്ട് തന്നെ പോളിലെ റേഡിയസ് ഹൈ ആണ്, അപ്പോൾ ഇവിടെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറവായിരിക്കും. ഓക്കെ, സോറി, ഇക്വേറ്ററിൽ. ഓക്കെ, പോളിലെ റേഡിയസ് കുറവാണ്, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഹൈ ആയിരിക്കും. ഇക്വേറ്ററിലെ റേഡിയസ് കൂടുതലാണ്, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറവായിരിക്കും. ഓക്കെ, ഇതിന്റെ റീസൺ എന്ന് പറയുന്നത് എർത്തിന്റെ ജിയോയിഡ് ഷേപ്പ് ആണ്. എർത്ത് ഒരു പെർഫെക്റ്റ് സ്ഫെറിക്കൽ ഷേപ്പ് അല്ലാത്തത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ഓക്കെ, പക്ഷെ ക്വസ്റ്റ്യനിൽ പറയുന്നത് എർത്ത് ഒരു പെർഫെക്റ്റ് സ്ഫെറിക്കൽ ഷേപ്പ് ആണ്, എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എല്ലായിടത്തും ഒരേ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആയിരിക്കും എന്നാണ് പറയുന്നത്. കറക്റ്റ് ആണല്ലേ? കറക്റ്റ് അസേർഷൻ ആണ്. ഓക്കെ, റീസണോ? For a uniform sphere, g depends only on mass and radius, both equal in all direction for a sphere. Correct ആണ്, both assertion and reason is the correct explanation of assertion. Correct ആണ്. ഓക്കെ അല്ലേ? ഇതൊരു പെർഫെക്റ്റ് സ്ഫിയർ ആണെന്നുണ്ടെങ്കിൽ പോളിലോട്ടും ഇക്വേറ്ററിലോട്ടും സെയിം റേഡിയസ് ആയിരിക്കും ഉണ്ടാകുക. അതുകൊണ്ട് തന്നെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് ഈക്വൽ ടു gm/r² ആണ്. അത് രണ്ടും ഈക്വൽ ആയിരിക്കും പോളിലും ഇക്വേറ്ററിലും. ഓക്കെ, യെസ്. അപ്പോൾ നമ്മൾ അടുത്ത ക്വസ്റ്റിനോട് പോകുന്നത്. At what depth below the Earth's surface would the value of g be reduced to 1/2 of its surface value? Take Earth's radius or uniform density. ഓക്കെ, എന്താ ക്വസ്റ്റ്യൻ? നമ്മുടെ ഡെപ്തിലോട്ട് പോയാൽ സർഫസിൽ നമുക്ക് ജിന്റെ വാല്യൂ അറിയാം. g is equal to 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് നമുക്ക് കിട്ടുന്നത്. gm/r² എന്ന് പറഞ്ഞ ഇക്വേഷൻ ആണ്. ഓക്കെ, പക്ഷെ നമുക്കറിയാം ഡെപ്തിലോട്ട് പോകുമ്പോൾ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറയും, ഹൈറ്റിലോട്ട് പോകുമ്പോഴും കുറയും. പക്ഷെ ഡെപ്തിലോട്ട് പോകുമ്പോൾ എത്ര കുറയും, ഓരോ ഡെപ്തിലും എത്ര വെച്ചിട്ട് കുറയും എന്ന് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്, പഠിച്ചു വെച്ചോ. g depth is equal to g into 1 - d/r. ഓക്കെ, നമ്മളെ പല ക്വസ്റ്റ്യൻസിലും ഹെൽപ്പ് ചെയ്യും. വേരിയേഷൻ ഓഫ് g വിത്ത് ഡെപ്ത്. ഓക്കെ, d ഡെപ്തിൽ എത്രയാണ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എത്രയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ g into 1 - d/r. g സർഫസിലുള്ള ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, d ഏത് ഡെപ്തിലാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്, r റേഡിയസ് ഓഫ് എർത്ത്. ഓക്കെ, സോ ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. g into 1 - at what depth below the surface. d ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്, r നമ്മൾ അതുപോലെ വെക്കുന്നു. d എത്രയായിട്ട് മാറിയിട്ടുണ്ട് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി? ഹാഫ് ആയിട്ട് മാറിയിട്ടുണ്ട്, g/2. ഓക്കെ, സോ ഒരു പെർഫെക്റ്റ് ഡെപ്തിൽ അല്ലെങ്കിൽ ഏത് ഒരു പെർട്ടിക്കുലർ ഡെപ്തിൽ നമ്മുടെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി g/2 ആയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഡെപ്ത് എത്രയാണെന്നാണ് ചോദ്യം. നമുക്ക് ആൻസറിലോട്ട് എത്താം അല്ലേ? ഈ ജിയും കട്ടായി പോകും. 1/2 is equal to 1 - d/r. Okay, so d/r is equal to 1 - 1/2, which is equal to 1/2. Okay, so you will get r/2. Okay, r/2 answer ആയി. ഓക്കെ, എന്താ സംഭവം? ഏത് പെർട്ടിക്കുലർ ഡെപ്തിലാണ് നമ്മുടെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 1/2 ആവുന്നത് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ എന്താ? g depth is equal to g into 1 - d/r. ഓക്കെ, അപ്പോൾ g ഡെപ്ത് 1/2 g ആവുന്ന ഡെപ്ത് d എത്രയാണെന്നാണ് ഞാൻ കണ്ടുപിടിക്കുന്നത്. 1/2 g/2 is equal to g into 1 - d/r. അത് ഞാൻ d is equal to r/2 എന്നുള്ള റിലേഷനിലോട്ട് എത്തി. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ നമുക്ക് എന്താ മനസ്സിലാവുന്നത്? r/2 ഡിസ്റ്റൻസിലായിരിക്കും നമ്മുടെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡെപ്തിൽ, r/2 ഡെപ്തിലായിരിക്കും നമ്മൾ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഹാഫ് ആകാൻ പോകുന്നത്. ഓക്കെ, യെസ്, കാൽക്കുലേഷൻ ഒക്കെ കറക്റ്റ് ആണെന്ന് വിചാരിക്കുന്നു. 1/2 is equal to 1 - d/r. So d/r is equal to 1 - 1/2. Okay, so 1/2, d is equal to r/2. അടുത്ത ക്വസ്റ്റ്യൻ. A planet has twice the mass and twice the radius of Earth. The weight of a body on this planet compared to its weight on Earth is. എടാ, വെയിറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി വെയിറ്റ് ഈസ് എ ഫോഴ്സ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ മറ്റൊരു പേരാണ് വെയിറ്റ്. ഓക്കെ, mg ആണ് ആക്ച്വലി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വെയിറ്റ്. ഓക്കെ, അപ്പോൾ ഈ mgക്ക് എന്ത് സംഭവിക്കുമെന്നാണ് ചോദ്യം. ഇൻ എ പ്ലാനറ്റ്, ഓക്കെ, വിച്ച് ഹാസ് ട്വൈസ് ദ മാസ് ആൻഡ് ട്വൈസ് ദ റേഡിയസ് ഓഫ് എർത്ത്. ഓക്കെ, പുതിയ പ്ലാനറ്റ്, ആർ പ്ലാനറ്റിന്റെ റേഡിയസ് എത്രയാണ്? 2r ആൻഡ് മാസ് ഓഫ് ദാറ്റ് പ്ലാനറ്റ് എത്രയാണ്? 2 മാസ് ഓഫ് എർത്ത്. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു 100 ന്യൂട്ടൺ വെയിറ്റ് ഉള്ള ആളെ അവിടുത്തെ വെയിറ്റ് എത്രയാകുമെന്നാണ് ചോദ്യം. അപ്പൊ ഞാൻ പറഞ്ഞു F is equal to mg ആണ്, വെയിറ്റ് is equal to mg. മാസ് മാറാൻ പോകുന്നില്ല പുതിയ പ്ലാനറ്റിൽ. ആര് മാറും? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മാറും. പുതിയ പ്ലാനറ്റിൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അവിടുത്തെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എങ്ങനെ കണ്ടുപിടിക്കുക? g into m planet divided by r planet square. ഓക്കെ,
സോ G ഇൻറ്റു M പ്ലാനറ്റ് എത്രയാണ് 2M ഡിവൈഡഡ് ബൈ R പ്ലാനറ്റ് എത്രയാണ് 2R ഹോൾ സ്ക്വയർ. സോ യു വിൽ ഗെറ്റ് 2GM ഡിവൈഡഡ് ബൈ 4R സ്ക്വയർ. സോ ഈ 2ഉം 4ഉം കട്ടായി പോകും, GM ബൈ 2R സ്ക്വയർ എന്ന് വരും. ഓക്കെ, അതായത് 1/2G ആയിട്ട് മാറും. നമ്മൾ എർത്തിലുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിന്റെ ഹാഫ് ആണ് ഈ പ്ലാനറ്റിലെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പോൾ വെയിറ്റ് എന്താകും, വെയിറ്റ് വിൽ ബി ഓൾസോ ഹാവ്ഡ്. ഓക്കെ, ഇവിടുത്തെ വെയിറ്റിന്റെ പകുതിയായിട്ട് ആ പ്ലാനറ്റിലെ വെയിറ്റ് മാറും. ഓക്കെ, ഈസി ക്വസ്റ്റ്യൻ. വെയിറ്റ് എത്രയാകും പുതിയ പ്ലാനറ്റിൽ എത്രയാകുന്നത് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അവിടെ എത്രയാകുമെന്നാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അത്രയേ ഉള്ളൂ. ഓക്കെ, സോ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിന്റെ ഇക്വേഷൻ അവിടെ എഴുതിയിട്ടുണ്ട്. GM ബൈ ഡി സ്ക്വയർ. ഡെപ്തിലാണെങ്കിൽ G ഡെപ്ത് ഇസ് ഈക്വൽ ടു നമ്മളിപ്പോൾ ചെയ്തു അല്ലേ, G ഡെപ്ത് ഇസ് ഈക്വൽ ടു G ഇൻറ്റു 1 - D/R. ഓക്കെ, ഇതാണ് നമ്മളൊരു പെർട്ടിക്കുലർ ഡെപ്തിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഓൾട്ടിറ്റ്യൂഡ് ഹൈറ്റിലോട്ട് പോകുമ്പോൾ എത്ര വെച്ചിട്ട് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറയുമെന്ന് കണ്ടെത്താനുള്ള ഇക്വേഷൻ ആണ് GH ഇസ് ഈക്വൽ ടു G ഇൻറ്റു R സ്ക്വയർ ഡിവൈഡഡ് ബൈ R പ്ലസ് H ഹോൾ സ്ക്വയർ. ഓക്കെ ഓക്കെ, ഫോർ സ്മോളർ H. ഓക്കെ, നമ്മളെ ഹൈറ്റ് വളരെ ചെറുതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ഇക്വേഷൻ ആണ് GH ഇസ് ഈക്വൽ ടു G ഇൻറ്റു 1 - 2H/R. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് നോക്കുക. പെർട്ടിക്കുലർ ഹൈറ്റിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എത്രയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ ആണിത്. ഓക്കെ, ആ ഹൈറ്റ് വളരെ ചെറുതാണെന്നെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ ആണ് GH ഇസ് ഈക്വൽ ടു 1 - 2H/R. ഓക്കെ ഓക്കെ, സോ 200-നേക്കാളും കുറവാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അപ്പോൾ അത് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രം യൂസ് ചെയ്യാം. ഡെപ്തിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒറ്റ ഇക്വേഷൻ ഉള്ളൂ, G ഡെപ്ത് ഇസ് ഈക്വൽ ടു G ഇൻ 1 - D/R. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് X&Y ഫൗണ്ടേഷനിലൊക്കെ സ്ഥിരമായിട്ട് പഠിപ്പിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അവയ്ക്കത് കുറച്ചുകൂടി ഈസി ആയിരിക്കും. അല്ലാത്തവർ ഈ ഇക്വേഷൻ ഓർത്ത് വെച്ചെടുക്കും. ഓക്കെ, ഇതിന്റെ ഡെറിവേഷൻ നമ്മൾ ഫൗണ്ടേഷനൊക്കെ പഠിപ്പിക്കുന്നതാണ്. പക്ഷേ ഇവിടെ എന്തില്ല, നമുക്ക് ഇതിന്റെ ആവശ്യമില്ല. യു ജസ്റ്റ് എന്ത് ചെയ്യുക, റിമെമ്പർ ദിസ് ഫോർമുല. ഓക്കെ, നമ്മളത് ശരിക്കും ഇവിടുന്ന് ആകാശത്ത് നിന്ന് എടുക്കുന്ന ഫോർമുല അല്ല. ഓക്കെ, തൽക്കാലം നമ്മൾ എന്ത് ചെയ്യാം, ഈ ഫോർമുല ഇപ്പോൾ റിമെമ്പർ ചെയ്തിട്ട് പോവുക. ഡിറൈവ് ചെയ്യാൻ എന്തില്ല, നമുക്ക് ഇപ്പോൾ സമയം ഇല്ല. ഓക്കെ, യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്കിതാ ആൻസറിലോട്ട് എത്താൻ പറ്റുന്ന വേറൊരു ക്വസ്റ്റ്യൻ. എ പ്ലാനറ്റ്സ് ഓർബിറ്റൽ റേഡിയസ് ഈസ് ഇൻക്രീസ് ടു 4 times ആൻഡ് ഇറ്റ്സ് ഒറിജിനൽ വാല്യൂ. ഓക്കെ, യെസ്, ഇറ്റ്സ് ഒറിജിനൽ വാല്യൂ. അതായത് ഓർബിറ്റൽ റേഡിയസ് നമ്മൾ എന്ത് ചെയ്തു, 4 times ഇൻക്രീസ് ചെയ്താൽ പുതിയ പീരിയഡ് ഓഫ് റെവല്യൂഷൻ എത്രയാണെന്നാണ് ചോദ്യം. എടാ, റേഡിയസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ പീരിയഡ് ഓഫ് റെവല്യൂഷൻ എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചാൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ട ലോ ആണ് കെപ്ലർസ് തേർഡ് ലോ ഓഫ് പീരിയഡ്. അതായത് T² പ്രൊപ്പോർഷണൽ ടു A³ അല്ലെങ്കിൽ T പ്രൊപ്പോർഷണൽ ടു A⁻³ ഓക്കെ, ആ A എന്താണ്, പ്ലാനറ്റും സണ്ണും തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ അത് ഇൻക്രീസ് ചെയ്താൽ ഡബിൾ ആക്കിയാൽ എത്രയാകും, ട്രിപ്പിൾ ആക്കിയാൽ എത്രയാകും ഒക്കെ യൂസ് ചെയ്യേണ്ട റിലേഷൻ ആണ് ഇത്. ഓക്കെ, സോ ഇവിടെ നമുക്ക് എഴുതാൻ പറ്റും T2/T1 ഇസ് ഈക്വൽ ടു A2/A1 ഹോൾ റേസ് ടു 3/2 എന്ന് എഴുതാം. ഓക്കെ, യെസ്. അപ്പോൾ T1 എത്രയാണ്, പുതിയ റെവല്യൂഷൻ എത്രയാവുന്നതാണ് ചോദ്യം. T1 1 ആക്കി നമ്മൾ കൺസിഡർ ചെയ്താൽ T2 അതിന് എത്ര ടൈംസ് ആണ് എന്നാണ് ചോദ്യം. സോ A1 എത്രയാണ്, A1ന്റെ എത്ര ടൈംസ് ആയിട്ട് മാറിയിട്ടുണ്ട് പുതിയ റേഡിയസ്, 4 times. സോ 4A1 ഡിവൈഡഡ് ബൈ A1 ഹോൾ റേസ് ടു 3/2. സോ A1ഉം A1ഉം കട്ടായി പോകും, 4⁻³ ഓക്കെ, 4⁻³ ഇൻറ്റു T1 ആണ് ആൻസർ. ഓക്കെ, T1 നമ്മൾ ഒന്നാക്കി എടുത്താണ്, T1 തന്നെ എഴുതിക്കോ. 4⁻³ നമ്മൾ എങ്ങനെ കാണാം, 4ന്റെ ക്യൂബ് കാണാം, അതിന്റെ റൂട്ട് എടുക്കുക. 4ന്റെ ക്യൂബ് എത്രയാണ്, 4 × 4 × 4 16 × 4 64. 64ന്റെ റൂട്ട് എത്രയാണ്, 64ന്റെ റൂട്ട് 8. സോ T2 ഇസ് ഈക്വൽ ടു 8T1. ഓക്കെ, പുതിയ ടൈം പീരീഡ് വിൽ ബി ഈക്വൽ ടു 8 times ഓഫ് പഴയ പീരീഡ്. ഓക്കെ, പുതിയ ടൈം പീരീഡ് എന്തായിട്ടുണ്ടാകും, പഴയ പീരീഡിന്റെ 8 times ആയിട്ട് കൂടിയിട്ടുണ്ടാകും. ഓക്കെ, അപ്പോൾ റേഡിയസ് 4 times ആയാൽ പീരീഡ് എത്ര ആയിട്ട് മാറും, 8 times ആയിട്ട് മാറും. അത് ആക്ച്വലി ഡബിൾ ആകുന്നതല്ല, നമ്മൾ എന്താ ചെയ്തത്, റിലേഷനിൽ ഇട്ട് കൊടുത്തിട്ട് കണ്ടുപിടിച്ചതാണ്. ഓക്കെ, A⁻³ വെച്ചിട്ടാണ് മാറുന്നത്. ഓക്കെ, 4 times ആകുമ്പോൾ 4⁻³ വെച്ചിട്ടാണ് മാറുന്നത്. 4⁻³ ഇസ് ഈക്വൽ ടു 8. 4³ അതിന്റെ റൂട്ട്. ഓക്കെ, യെസ് യെസ്. അടുത്ത ക്വസ്റ്റ്യൻ. 2 planets A and B orbit star.
The period of A is 8 times that of B. The ratio of the orbital radius of A to that of B. Okay, same question അല്ലേ, സെയിം ക്വസ്റ്റ്യൻ ആണ്, സെയിം റിലേഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്. T1/T2 is equal to A1/A2 whole raised to 3/2. ഓക്കെ, ഇവിടെ നമ്മൾ അതേ റിലേഷൻ ആണ് യൂസ് ചെയ്തത്. അവിടെ T2 ആണ് മുകളിൽ, ഇവിടെ T1 ആണ് മുകളിൽ. അതിനനുസരിച്ച് A1 A2 നിങ്ങൾ എന്ത് ചെയ്യണം, ചേഞ്ച് ചെയ്തോളൂ, അത്രേ ഉള്ളൂ. ഓക്കെ, സോ T1/T2 എത്രയാണ് തന്നിട്ടുണ്ട്? The period of A is 8 times that of B. Okay, so T1 A ന്റെ പീരീഡ് ആക്കി ഞാൻ എടുക്കാന്ന്. Okay, so 8 T1 divided by T1 അല്ലെങ്കിൽ 8 T2 divided by T2. Okay, A1/A2 ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. A1/A2 whole raised to 3/2. Okay, so ഈ T2 T2 കട്ടായി പോകും. A1/A2 is equal to 8 raised to 2/3. ഓക്കെ, അപ്പോൾ നമ്മളിത് എങ്ങനെ കാണാം? 8ന്റെ സ്ക്വയർ കാണാം, അതിന്റെ ക്യൂബ് റൂട്ട്. 8ന്റെ സ്ക്വയർ എത്രയാ? 64. 64ന്റെ ക്യൂബ് റൂട്ട് എത്രയാ? 64ന്റെ ക്യൂബ് റൂട്ട് നമ്മൾ നേരത്തെ കണ്ടു 4. ഓക്കെ, 4 × 4 × 4 അതാണ് 64. സോ 64ന്റെ ക്യൂബ് റൂട്ട് എത്രയാണ്? 4. അപ്പോൾ ആൻസർ എത്ര വരാം? 4:1. ഓക്കെ, 4:1. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ T1/T2 is equal to A1/A2 whole raised to 3/2. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിലേഷൻ ആണ്, പലപ്പോഴായിട്ട് നീറ്റിനും ജെയ്ക്കൊക്കെ സ്ഥിരമായിട്ട് വരുന്ന റിലേഷൻ ആണ്, നമുക്ക് ഇയാൾ ആവശ്യമുണ്ട്. ഓക്കെ, യെസ്, അടുത്തത് ഒരു അസേർഷൻ റീസൺ ക്വസ്റ്റൻ ആണ്. എ പ്ലാനറ്റ് മൂവിങ് അറൌണ്ട് ദ സൺ ഹാസ് എ ഗ്രേറ്റർ സ്പീഡ് ഓഫ് പെരിഹീലിയോൺ. യെസ്, എ പ്ലാനറ്റ് മൂവിങ് അറൌണ്ട് ദ സൺ ഹാസ് എ ഗ്രേറ്റർ സ്പീഡ് അറ്റ് പെരിഹീലിയോൺ ദാറ്റ് അറ്റ് അഫീലിയോൺ. ഓക്കെ, പെരിഹീലിയോണും അഫീലിയോണും ഉണ്ട് അല്ലേ. എല്ലാ പ്ലാനറ്റും അല്ലെങ്കിൽ പ്ലാനറ്റ്സ് സണ്ണിന് ചുറ്റും കറങ്ങുന്നത് ഒരേ സ്പീഡിലല്ല അല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, സണ്ണിന് ചുറ്റും പ്ലാനറ്റ്സ് കറങ്ങുന്നത് ഒരു എലിപ്റ്റിക്കൽ ഷേപ്പിലാണ്. ഓക്കെ, കെപ്ലറിന്റെ ഫസ്റ്റ് ലോ ആണ് ഇത്, ലോ ഓഫ് ഓർബിറ്റ്. ഓക്കെ, ഒരു എലിപ്റ്റിക്കൽ ഷേപ്പിലാണ് കറങ്ങുന്നത്. അതിലെ ഒരു ഫോക്കസിലാണ് സണ്ണ് കിടക്കുന്നത്, ഇവിടെയാണ് എർത്ത്. ഓക്കെ, അപ്പോൾ സണ്ണിന് അടുത്ത എർത്ത് എന്താ സംഭവിക്കുക? എർത്തിന്റെ സ്പീഡ് കൂടും. വളരെ അകലെ എത്തുമ്പോൾ ഇവിടെ എർത്തിന്റെ സ്പീഡ് കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, നമ്മൾ ഇതിനെ ലോ ഓഫ് ഏരിയാസ് എന്നൊക്കെയാണ് പറയുന്നത്. സെക്കൻഡ് ലോ എന്നാണ് നമ്മൾ ഇത് ഡിറൈവ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, അതായത് ഒരു ടൈം പീരീഡിൽ ഇയാൾ സ്വീപ്പ് ചെയ്യുന്ന ഏരിയ ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇവിടുന്ന് ഇവിടെ എത്താനുള്ള ടൈം T ആണെന്നുണ്ടെങ്കിൽ ഈ ഏരിയ വിൽ ബി ഈക്വൽ ടു ഇവിടുന്ന് ഇവിടെ എത്താനുള്ള ഏരിയ. ഓക്കെ, ഈ സമയം ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ആ രണ്ട് ഏരിയയും ഈക്വൽ ആയിരിക്കും എന്നാണ് ലോ ഓഫ് പീരിയഡ് പറയുന്നത്, ലോ ഓഫ് ഏരിയാസ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഏരിയ ഈക്വൽ ആവണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? സണ്ണിന് അടുത്തെത്തുമ്പോൾ എർത്ത് വളരെ സ്പീഡിൽ പോകണം, അകലെ എത്തുമ്പോൾ കുറച്ച് സ്ലോ ആയിട്ട് പോകും. ഓക്കെ, അപ്പോൾ ഈ സണ്ണിന് അടുത്തുള്ള പോയിന്റിനെ വിളിക്കുന്ന പേരാണ് പെരിഹീലിയോൺ. ഓക്കെ, ദൂരെയുള്ള പോയിന്റിനെ വിളിക്കുന്ന പേരാണ് അഫീലിയോൺ. ഓക്കെ, അപ്പോൾ പെരിഹീലിയോണിൽ എർത്തിന്റെ സ്പീഡ് കുറച്ച് കൂടുതലായിരിക്കും, അഫീലിയോണിൽ എർത്തിന്റെ സ്പീഡ് കുറച്ച് കുറവായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റിനോട്ട് വരാം. എ പ്ലാനറ്റ് മൂവിങ് അറൌണ്ട് ദ സൺ ഹാസ് എ ഗ്രേറ്റർ സ്പീഡ് അറ്റ് പെരിഹീലിയോൺ ആൻഡ് ദാൻ അറ്റ് അഫീലിയോൺ. കറക്റ്റ് ആണല്ലേ, ഞാൻ ഇപ്പോൾ പറഞ്ഞു. പെരിഹീലിയോൺ സണ്ണിനടുത്ത് സ്പീഡിൽ കൂടുതലായിരിക്കും, അവിടുത്തെ ആ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് പെരിഹീലിയോൺ. അക്കോർഡിംഗ് ടു കെപ്ലർസ് സെക്കൻഡ് ലോ, ദ ലൈൻ ജോയിനിങ് ദ പ്ലാനറ്റ്സ് ആൻഡ് ദ സൺ സ്വീപ്സ് ഔട്ട് ഈക്വൽ ഏരിയാസ് ഇൻ ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം. ബോത്ത് assertion and reason are correct, and reason is the correct explanation of assertion. കറക്റ്റ് ആണല്ലേ, കാരണം ഈക്വൽ ഏരിയാസ് ആണ് സ്വീപ്പ് ഔട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ആ ഈക്വൽ ഏരിയ സ്വീപ്പ് ഔട്ട് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അടുത്തെത്തുമ്പോൾ വളരെ സ്പീഡിൽ പോകണം, അകലെ എത്തുമ്പോൾ സ്പീഡ് കുറച്ച് പോയാൽ മതി. കാരണം ആ ഡിസ്റ്റൻസ് ആണ്. നോക്കുക, ഇവിടെ വളരെ അടുത്തായതുകൊണ്ട് തന്നെ സെയിം ഏരിയ, ഇവിടുത്തെ അതേ ഏരിയ ഇവിടെ കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഡിസ്റ്റൻസ് കൂടുതൽ കവർ ചെയ്യണം. അവിടെ തന്നെ കുറച്ച് സ്പീഡ് കൂടുതലായിരിക്കും സണ്ണിനടുത്ത്, സണ്ണിന് അകലെ സ്പീഡ് കുറവായിരിക്കും. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. കെപ്ലറിന് 3 ലോസ് ഉണ്ട്, നമ്മളിത് ഡീറ്റെയിൽ ആയിട്ട് ഫൗണ്ടേഷൻ പഠിപ്പിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇത്ര മനസ്സിലാക്കി വെക്കാം. ഫസ്റ്റ് ലോ പറയുന്നത് ലോ ഓഫ് ഓർബിറ്റ് ആണ്. എർത്ത് സണ്ണിന് ചുറ്റും കറങ്ങുന്നത് ഒരു എലിപ്റ്റിക്കൽ ഷേപ്പിലാണ്, അതിലൊരു ഫോക്കസിലാണ്, 2 ഫോക്കസിനാവും എലിപ്സിന്, അതിലൊരു ഫോക്കസിലാണ് സണ്ണ് കിടക്കുന്നത്. ഓക്കെ, സെക്കൻഡ് ലോ പറയുന്നത് ലോ ഓഫ് ഏരിയാസ് ആണ്. ഓരോ ടൈം പീരീഡിൽ, ഓക്കെ, ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിൽ അല്ലെങ്കിൽ ഈക്വൽ ടൈം പീരീഡിൽ ഇയാൾ സ്വീപ്പ് ഔട്ട് ചെയ്യുന്ന ഏരിയ, എർത്ത് സ്വീപ്പ് ഔട്ട് ചെയ്യുന്ന ഏരിയ ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിന്റെ സ്പീഡ്, എർത്തിന്റെ സ്പീഡ് സണ്ണിന് അടുത്ത് കൂടുതലും അകലെ കുറവുമായിരിക്കും. പിന്നെ തേർഡ് ലോ ആണ് ലോ ഓഫ് പീരിയഡ്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ റിലേഷൻ, T പ്രൊപ്പോർഷണൽ ടു A raised to 3/2. യെസ്, ദാ ഇവിടെ കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ഈ ഏരിയ ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഏരിയ 1ഉം ഏരിയ 2ഉം ഈക്വൽ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കാം, ഇവിടെ വളരെ എളുപ്പത്തിൽ പോകണം. ഇവിടെ കുറച്ച് മെല്ലെ പോയാലും മതി, കാരണം ഇവിടെ ഇത്രയും സ്പേസ് ഉണ്ട് എക്സ്ട്രാ. ഇവിടെ വളരെ കുറഞ്ഞ സ്പേസേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ സ്പേസ് കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ ഡിസ്റ്റൻസ് കവർ ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലേ? യെസ്, ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മളെ കെപ്ലറിൻ്റെ തേർഡ് ലോ ആണ്, ടി സ്ക്വയർ പ്രൊപ്പോർഷണൽ ടു ആർ ക്യൂബ്. ഓക്കെ, സോ ഫസ്റ്റ് ലോ എലിപ്റ്റിക്കൽ ഷേപ്പാണ്, അതിലൊരു ഫോക്കസിലാണ് സൺ ഉള്ളത്. സെക്കൻഡ് ലോ അവിടെ കൊടുത്തിട്ടുണ്ട്, ഈക്വൽ ഏരിയ സ്വീപ്പ് ഔട്ട് ചെയ്യുന്നു. തേർഡ് ലോ അവിടെ കൊടുത്തിട്ടുണ്ട്, ടൈം പീരീഡും റേഡിയസും തമ്മിലുള്ള അല്ലെങ്കിൽ സെമി മേജർ ആക്സിസും തമ്മിലുള്ള റിലേഷൻ. അടുത്തത്, എ സ്റ്റോൺ ആൻഡ് എ ഫെദർ ആർ ഡ്രോപ്ഡ് സൈമൾട്ടേനിയസ്ലി ഫ്രം ദ സെയിം ഹൈറ്റ് ഇൻസൈഡ് എ ലോങ് ഇവാക്യുവേറ്റഡ് ഗ്ലാസ് ട്യൂബ്. വിച്ച് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? വളരെ ഫേമസ് ആയിട്ടുള്ള എക്സ്പെരിമെന്റ് ആണ് അല്ലേ? പണ്ട് ഗലീലിയോ പിസ ടവറിന്റെ മുകളിൽ നിന്ന് എക്സ്പെരിമെന്റ് ചെയ്തിരുന്ന അല്ലേ? വലിയൊരു കല്ലും ചെറിയ കല്ലും ഇട്ടിട്ട് ഒരുമിച്ചാണ് താഴെ എത്തുന്നതാണ് പറയുന്നത്. ഓക്കെ, അതിന്റെ കാരണം എന്താ? അതിന്റെ കാരണം രണ്ടാൾക്കുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി സെയിം ആണ്. അപ്പോൾ ഇത് താഴെ എത്തുന്ന ടൈം ഡിസൈഡ് ചെയ്യുന്നത് ഈ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. അത് രണ്ടാൾക്കും സെയിം ആയിരിക്കും, ബിക്കോസ് ദ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ മാസ് ഓഫ് ദ ഒബ്ജക്റ്റ്. ഓക്കെ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിന്റെ ഇക്വേഷൻ എന്താ? G is equal to gm divided by r square. ഇതിൽ എമ്മും ആറൊക്കെ ആരാണ്? മാസ് ഓഫ് എർത്തും റേഡിയസ് ഓഫ് എർത്തും ഒക്കെയാണ്. ദാറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ മാസ് ഓഫ് ദാറ്റ് ഒബ്ജക്റ്റ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്ര വലിയ ഒബ്ജക്റ്റും എത്ര ചെറിയ ഒബ്ജക്റ്റും ഇട്ടോ, ഇവർക്ക് രണ്ടാൾക്കുള്ള ആക്സിലറേഷൻ ഒന്നായിരിക്കും. അതുകൊണ്ട് തന്നെ താഴെ എത്തുന്നത് ഒരുമിച്ചായിരിക്കും ഇൻ വാക്വം. ഓക്കെ, ഇൻ റിയാലിറ്റി എന്ത് സംഭവിക്കും? ചിലപ്പോൾ എയർ റെസിസ്റ്റൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ അത് ഈ തൂവൽ പോലെയുള്ള ഒബ്ജക്ട്സ് അല്ലെങ്കിൽ പേപ്പർ പോലുള്ള ഒബ്ജക്ട്സ് ഒക്കെ താഴെ എത്താൻ കുറച്ച് അധികം സമയം എടുക്കും, ബിക്കോസ് ഓഫ് ദ എയർ റെസിസ്റ്റൻസ്. ഓക്കെ, ഐഡിയൽ കേസിൽ വാക്വത്തിൽ ഇത് രണ്ടും ഒരുമിച്ചായിരിക്കും എത്താം. ഓക്കെ, യെസ്, സോ ദ സ്റ്റോൺ റീച്ചസ് the bottom first, that ആണ്. the feather reaches first, both reach bottom at the same instant. Option C ആണ് correct. Okay, yes, free fall. Okay, free fall എന്താ? ഞാനിതാ ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെ ഡ്രോപ്പ് ചെയ്താൽ ഇതിന്റെ മേൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് അല്ലേ? അപ്പോൾ ഒരു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, സോറി, ഞാനൊരു ഒബ്ജക്റ്റ് ഇവിടുന്ന് ഡ്രോപ്പ് ചെയ്താൽ ഇതിന് മേൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് നമ്മുടെ എർത്തിന്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മാത്രമാണെന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് നമ്മൾ ഫ്രീ ഫോൾ. ഓക്കെ, അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ ബലത്തിൽ ഇയാൾ താഴോട്ട് വരുമ്പോൾ ഇയാൾക്ക് ഉണ്ടാവുന്ന ആക്സിലറേഷൻ എന്താണ്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഓക്കെ, അപ്പോൾ ഇയാൾക്ക് എന്തുണ്ടാവില്ല? വെയിറ്റ് ഉണ്ടാവില്ല, വെയിറ്റ്ലെസ്നെസ് ആയിരിക്കും ഫീൽ ചെയ്യുന്നത്. ഓക്കെ, കാരണം നോർമൽ റിയാക്ഷൻ ഇല്ല. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് ഓർബിറ്റൽ വെലോസിറ്റി ആയിട്ട് റിലേറ്റഡ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സാറ്റലൈറ്റ് ഈസ് ഓർബിറ്റിംഗ് എ പ്ലാനറ്റ് ഓഫ് മാസ് 4 × 10⁻24 kg at a height of 1000 km above its surface. Okay, the radius of the planet is given. Okay, find the orbital velocity. എടാ, ഓർബിറ്റൽ വെലോസിറ്റിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് √gm/r ആണ്. ഓക്കെ, √gm/r. g നമ്മുടെ കോൺസ്റ്റന്റ് ആണ്, യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. മാസ് ഓഫ് പ്ലാനറ്റ് ആണ്. റേഡിയസ് സെന്റർ ഓഫ് എർത്തും അല്ലെങ്കിൽ സെന്റർ ഓഫ് പ്ലാനറ്റും ആ ഒരു സാറ്റലൈറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, യെസ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്വസ്റ്റിനോട് വരാം. ഓർബിറ്റൽ വെലോസിറ്റി കാണാം. ഇസ് ഈക്വൽ ടു √g എത്രയാണ്? 6.67 × 10⁻⁻11. മാസ് ഓഫ് പ്ലാനറ്റ് എത്രയാണ്? 4 × 10⁻24. ഓക്കെ, ഡിവൈഡഡ് ബൈ r എത്രയാണ്? 5000 ആണ് റേഡിയസ്, പ്ലസ് 1000 കിലോമീറ്റർ ഹൈറ്റിലാണ്. സോ മീൻസ് 6 × 10⁻³ കിലോമീറ്റർ, 6 × 10⁻6 മീറ്റർ. ഓക്കെ, സോ ഈ 6ഉം 6.67ഉം കട്ട് ചെയ്താൽ 1.1 ഓൾമോസ്റ്റ് വരും അല്ലേ? സോ 1.1 × 4, 4.4 ഓൾമോസ്റ്റ് ഇൻറ്റു 10⁻⁻11 ഇൻറ്റു 10⁻24 എന്ന് പറഞ്ഞാൽ 10 നോക്കട്ടോ, 10⁻⁻11 ഇൻറ്റു 10⁻24 എന്ന് പറഞ്ഞാൽ 10⁻⁻13. 10⁻⁻13ഉം ഇയാൾ മുകളിലോട്ട് വന്നാൽ 10⁻13ഉം 10⁻13 ഇൻറ്റു 10⁻⁻6. ഓക്കെ, സോ ഇങ്ങനെയാണ് നമുക്ക് വരുന്നത്. സോ ആൻസർ 4.4 ഇൻറ്റു 10⁻⁻7, സോറി +7. ഓക്കെ, കാരണം 13 ആണ് അവിടെ പ്ലസ്. ഓക്കെ, സോ √44 ഇൻറ്റു 10⁻6ന്റെ റൂട്ട് 10⁻³ കിലോമീറ്റർ, സോറി മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും വരാം. ഓക്കെ, സോ √44 ഇൻറ്റു 10⁻³ മീറ്റർ പെർ സെക്കൻഡ്, അല്ലെങ്കിൽ √44 ഇൻറ്റു കിലോമീറ്റർ പെർ സെക്കൻഡ്, √44 കിലോമീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കാം, √44 ഇതിൽ പോസിബിൾ ആയിട്ടുള്ള ആൻസർ ഏതാ? √44 എന്നാൽ
36നും 49നും ഇടയ്ക്കുള്ള ഒരു നമ്പറാണ്. 36ന്റെ റൂട്ട് 6 ആണ്, 49ന്റെ റൂട്ട് 7 ആണ്. സോ 6നും 7ന്റെ ഇടയിലുള്ള നമ്പർ ഏതാ വരാം? ഓപ്ഷൻ ബി 6.7 ഇൻറ്റു 6.67 km/s. ഓക്കെ, ഞാൻ ഒന്നും ചെയ്തില്ല, ഞാൻ ഒന്നും കൂടി പറയാം. മാത്സ് ഇതാ ജസ്റ്റ് റൂട്ട് GM/r ആ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. ഓക്കെ, അതിൽ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 6.67 × 10⁻11 മാസ് 4 × 10⁻24 ഡിവൈഡഡ് ബൈ റേഡിയസ് ഓഫ് എർത്ത്. ഞാൻ അതിന്റെ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്തു. 6 × 10⁻6. ഓക്കെ, 6000 കിലോമീറ്റർ ആയിരുന്നു. സോ 6 × 10⁻3 കിലോമീറ്റർ ആണ്, ഇൻറ്റു 10⁻3 മീറ്റർ ആണ്. ഓക്കെ, സോ 10⁻6. ഓക്കെ, ദെൻ ഈ 6ഉം 6.67 കട്ട് ചെയ്താൽ 1.11 അങ്ങനെ വരും. ഓക്കെ, സോ 1.1 ഇൻറ്റു 4 ഇത് ഞാൻ ചെയ്തു. 1.1 ഇൻറ്റു 4, സോ 4.4. ഓക്കെ, ബാക്കി 10⁻11 ഇൻറ്റു 10⁻24. ഓക്കെ, 24 പ്ലസ് -11 എന്ന് പറഞ്ഞാൽ 10⁻13. 10⁻13 ഇൻറ്റു 10⁻6 എന്ന് പറഞ്ഞാൽ 10⁻7. ഓക്കെ, 10⁻7. ഇനി ഞാൻ ഈ 10⁻7ലെ ഒരു 10 ഇതാ ഇങ്ങോട്ട് കൊടുത്തു, 44. സോ റൂട്ട് 44 ഇൻറ്റു 10⁻6 ആകും. സോ റൂട്ട് 10⁻6 എന്നാൽ 10⁻3 ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ കുറേ അധികം ഉണ്ടാവും, പക്ഷെ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ ആൻസറിലോട്ട് എത്താവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് കേൾക്കാൻ ഇങ്ങനെ കുറേ നമ്പേഴ്സ് പറയുന്ന പോലെ തോന്നും, ബട്ട് എന്ത് ചെയ്യാം, ട്രൈ യുവർ സെൽഫ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. റൂട്ട് 44 ആണ് നമ്മൾ ആൻസർ വരിക. അവിടുന്ന് നമുക്ക് എന്ത് ചെയ്യാം, റൂട്ട് 44 എത്രയാണെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്യാം, ആൻസറിലോട്ട് മാച്ച് ചെയ്യാം. റൂട്ട് 44 എവിടെയായിരിക്കും വരിക എന്നുള്ള ഒരു ഐഡിയ ഉണ്ടെങ്കിൽ, ബോധം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആൻസറിലോട്ട് എത്താം. യെസ്, അടുത്തൊരു ക്വസ്റ്റ്യൻ. ദ റേഷ്യോ ഓഫ് എസ്കേപ്പ് വെലോസിറ്റി ഓഫ് 2 planets if G value on 2 planets are 9.9 m/s² and 3.3 m/s², and there are 6400 km and 3200 km respectively. ഓക്കെ, ഇത് റേഡിയസ് ആയിരിക്കും കേട്ടോ. റേഡിയസ് ചെറിയൊരു their radius r. Okay, their radius r. Okay, അപ്പോൾ നോക്കുക, എസ്കേപ്പ് വെലോസിറ്റിക്ക് രണ്ട് ഇക്വേഷൻ പഠിക്കാനുണ്ട്. ഒന്ന് റൂട്ട് 2gm/r. ഓക്കെ, ഇതാണ് നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് ഇക്വേഷൻ. ഇവിടുന്ന് നമ്മളെ പ്രോബ്ലം ചെയ്യാൻ ഉണ്ടാക്കിയെടുക്കുന്ന വേറൊരു ഇക്വേഷൻ കൂടി ഉണ്ട്. വി എസ്കേപ്പ് ഇസ് ഈക്വൽ ടു റൂട്ട് 2gr. ഓക്കെ, ഇതാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യേണ്ടത്. ബിക്കോസ് ഇവിടെ നമ്മളെ കയ്യിലുള്ള ആൾക്കാർ ആരൊക്കെയാണ്? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയും റേഡിയസും ആണ്. സോ യു ഹാവ് ടു യൂസ് ദാറ്റ് ഇക്വേഷൻ, റൂട്ട് 2gr. ഓക്കെ, ഇവിടുന്ന് തന്നെയാണ് നമ്മൾ ഇയാൾ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. ഓക്കെ, ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും ഒക്കെ r കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ യു വിൽ ഗെറ്റ് ദ സെയിം ഇക്വേഷൻ, റൂട്ട് 2gr. ഓക്കെ, അപ്പോൾ നമ്മൾ റൂട്ട് 2gr നോക്കാം. രണ്ട് പ്ലാനറ്റിന്റെ എസ്കേപ്പ് വെലോസിറ്റിയാണ് നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്നത്. v1/v2. ഓക്കെ, സോ റൂട്ട് 2g1r1 ഡിവൈഡഡ് ബൈ റൂട്ട് 2g2r2. ഓക്കെ, ഓക്കെ, സോ റൂട്ട് ഓഫ് 2 g1 എത്രയാണ്? g1 9.9 ആണ്, 9.9. r1 എത്രയാണ്? 6400 ആണ്. ഓക്കെ, 6400. ഇത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, ഒരുപാട് കട്ട് ചെയ്ത് കളയാനുണ്ട്. ഓക്കെ, അതുപോലെ 2 ഇൻറ്റു രണ്ടാമത്തെ ആള് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 3.3 ആണ്, ഇൻറ്റു ഇയാളുടെ റേഡിയസ് എത്രയാണ്? 3200 കിലോമീറ്റർ ആണ്. ഓക്കെ, സോ 2 കട്ടായി പോകും. 9.9ഉം 3.3 കട്ടായിട്ട് റൂട്ട് 3 വരും. 6400ഉം 3200ഉം കട്ടായാൽ 2 വരും. സോ റൂട്ട് 6 ആയിരിക്കും ആൻസർ, റൂട്ട് 6. ഓക്കെ, റൂട്ട് 6:1. അതായത് റൂട്ട് 6 ആൻസർ വരാൻ പറ്റിയ ഓപ്ഷൻ ഏതാ ഉള്ളത് നോക്കാം. റൂട്ട് 6 എന്ന് പറഞ്ഞാൽ റൂട്ട് 4ന്റെയും റൂട്ട് 9ന്റെയും ഇടയിലുള്ള വാല്യൂ ആണ്. റൂട്ട് 4 2 ആണ്, റൂട്ട് 9 3 ആണ്. സോ 2നും 3നും ഇടയിലുള്ള ഒരു നമ്പർ. ആൻസർ ഓപ്ഷൻ എ. ബാക്കിയെല്ലാം 1 പോയിന്റ് 3 പോയിന്റ് 4 പോയിന്റ് ഒക്കെയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കംപ്ലീറ്റ് ആൻസറിലോട്ട് വരണ്ട, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആൻസറിലോട്ട് മാച്ച് ചെയ്തിട്ട് നമുക്ക് വേഗം ആൻസർ ചെയ്യാം. ഓക്കെ, യെസ്, അടുത്തൊരു ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, എ സാറ്റലൈറ്റ് ഓർബിറ്റ്സ് എർത്ത് വിത്ത് എ orbital velocity of 8 km/s. Orbital velocity given ആണ്. Assuming a circular orbit, what is the escape velocity from the same orbit? Okay, orbital velocity നമുക്ക് തന്നിട്ടുണ്ട്, escape velocity ആണ് ചോദിച്ചിട്ടുള്ളത്. എടാ, orbital velocity ഇക്വേഷൻ എന്തായിരുന്നു? v orbital is equal to root of gm/r. Okay, escape velocity ഇക്വേഷൻ എന്താ? v escape is equal to root of 2gm/r. ഓക്കെ, അപ്പോൾ നമുക്ക് എസ്കേപ്പ് ഓർബിറ്റൽ വെലോസിറ്റി തന്നാൽ അതിനെ റൂട്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എസ്കേപ്പ് വെലോസിറ്റി കിട്ടും. v escape is equal to root 2 vo.
ഓക്കെ, സോ √2 ഇൻറ്റു ഓർബിറ്റൽ വെലോസിറ്റി എത്രയാണ്? 8 km/s ആണ് ഇവിടെ, 8 km ആണ്. സോ √2 ഇൻറ്റു 8, അങ്ങനത്തെ ആൻസർ ഏതാ വരുന്നത് നോക്കാം. √2 എന്ന് പറഞ്ഞാൽ 1.4 ആണ്. 1.4 ഇൻറ്റു 8, ഓക്കെ 1.51 നമുക്ക് വേഗം ആൻസർ എത്തായിരുന്നു. 8ഉം അതിൻ്റെ ഒരു ഹാഫും 12. അപ്പോൾ 12ന് അടുത്തുള്ള ഒരു നമ്പറാണ്, കാരണം 1.44 കൊണ്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഓഫ് കോഴ്സ് ആൻസർ ഏതായിരിക്കും? 11.3 ആയിരിക്കും, അല്ലാതെ വേറൊരു ഓപ്ഷനും നമുക്ക് ഇല്ല. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് ആൻസറിലോട്ട് എത്താം. ഓക്കെ, അപ്പോൾ കുറച്ച് റിലേഷൻസ് നമ്മൾ ഇതിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, എസ്കേപ്പ് വെലോസിറ്റിൻ്റെ ഇക്വേഷൻ എന്തൊക്കെയാടാ? വി എസ്കേപ്പ് ഇസ് ഈക്വൽ ടു √2gm/r, അതുപോലെ √2gr. ഓക്കെ, അതുപോലെ ഓർബിറ്റൽ വെലോസിറ്റി എടുത്താൽ വി ഓർബിറ്റ് ഇസ് ഈക്വൽ ടു √gr അല്ലേ, √gr, അത് √gm/r-ഉം √gr-ഉം. ഓക്കെ, നമുക്ക് സ്മോൾ ആർ യൂസ് ചെയ്യാം, ബിക്കോസ് അതെന്തല്ല റേഡിയസ് അല്ല, റേഡിയസ് പ്ലസ് ആ ഹൈറ്റ് കൂടെ ഉണ്ടാവും. ഓക്കെ, √gm/r-ഉം √gr-ഉം. ഓക്കെ, യെസ്, വളരെ കുറേ ഇക്വേഷൻസ് പഠിക്കാനുണ്ട്. പക്ഷേ ഇക്വേഷൻസ് അറിയാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആൻസറിലൂടെ എത്താൻ പറ്റിയ ഒരു ചാപ്റ്ററാണ്. സോ നിങ്ങൾ എന്ത് ചെയ്യാം, കൂടുതൽ ക്വസ്റ്റ്യൻസ് ട്രൈ ഔട്ട് ചെയ്യാം, കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. നിങ്ങൾക്ക് ഇന്റർനെറ്റ് നിന്നോ, ഓക്കെ ഫൗണ്ടേഷൻ സ്റ്റുഡൻസ് ആണെങ്കിൽ വർക്ക് ബുക്കിൽ തന്നെ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ കൂടുതൽ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, ഇന്റർനെറ്റിൽ നിന്ന് ട്രൈ ഔട്ട് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് ഇൻ ദ കമൻറ്റ് ബോക്സ്. ഓക്കെ, ഞാൻ എന്ത് ചെയ്യാം, ആസ് സൂൺ ആസ് പോസിബിൾ ഞാൻ ആൻസർ ചെയ്യും. ഓക്കെ, സോ ആരെങ്കിലും NSMCക്ക് രജിസ്റ്റർ ചെയ്യാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ വേഗം പോയി രജിസ്റ്റർ ചെയ്യാം. ഇതാ ഇവിടെ QR കോഡ് കൊടുത്തിട്ടുണ്ട്, QR കോഡ് അടിച്ചിട്ടില്ല. അല്ലാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, nsmc.examlearning.com എന്ന പറഞ്ഞ വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെയും പോയിട്ട് രജിസ്റ്റർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിനൊക്കെ പഠിക്കുമ്പോൾ സ്കോളർഷിപ്പുകളുണ്ട്, പ്രൈസ് മണി ഉണ്ട്, ഇറ്റ്സ് ഓൾ ഫൈൻ. ഓക്കെ, പക്ഷെ അതിൻ്റെയൊക്കെ അപ്പുറം നമ്മളിത് പഠിക്കുമ്പോൾ നമുക്കും കൂടി എന്ത് ചെയ്യും, നമ്മുടെ സബ്ജക്ട് നോളജ് ഇമ്പ്രൂവ് ആകും, നമ്മളൊരു കോമ്പറ്റേറ്റീവ് എക്സ്പോഷർ കിട്ടുമെന്നുള്ള വലിയൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഓക്കെ, അതിനൊക്കെ താഴെയാണ് ഈ പ്രൈസ് മണീസ് വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രൈസ് മണി എന്താണ് നമ്മളൊരു എയിമാണ്, പക്ഷെ അതിനോട് കൂടി ഓഫ് കോഴ്സ് നമുക്കിത് എഴുതുമ്പോൾ നിങ്ങൾ എന്തുണ്ട്, ഓൾറെഡി നമുക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. വലിയ ഫീസ് ഒന്നും ഇല്ല, നിങ്ങൾ വേഗം പോയിട്ട് രജിസ്റ്റർ ചെയ്യാം. എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്.